Hi friends, this is TechBit Projects. Welcome to our YouTube channel. ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് പുതുതായി കടന്നു വരുന്ന കൂട്ടുകാർക്കായി ടെക്ബിറ്റ്സ് ഒരുക്കുന്ന നോളജ് ഷെയറിംഗ് വീഡിയോയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ദിസ് ഇസ് ശ്രീ സജീവ്, ടെക്ബിറ്റ് പ്രോജക്ട്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ടെക്ബിറ്റ് പ്രോജക്ട്സ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവാനായി താഴെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പാസീവ് കമ്പൗണ്ട്സായ റെസിസ്റ്റർ, കപ്പാസിറ്റർ മുതലായവ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ടറുകളെ കുറിച്ചാണ്. എന്താണ് ഇൻഡക്ടർ, എന്താണ് ഇൻഡക്റ്റൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കപ്പാസിറ്ററിൻ്റെ പോലെ തന്നെ ഒരു എനർജി സ്റ്റോറിംഗ് ഡിവൈസാണ് ഇൻഡക്ടറും. പാസീവ് കമ്പൗണ്ടായ ഇൻഡക്ടറിന് രണ്ട് ലീഡുകളാണുള്ളത്. ഒരു ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു വൗണ്ടഡ് ഇൻസുലേറ്റഡ് കണ്ടക്ടറാണ്. അതായത് ഒരു ചാലകം, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാലകം ചുറ്റി വെച്ചിരിക്കുകയാണ്. അതൊരു കോറിന്റെ മേലെയാകാം, അല്ലെങ്കിൽ ഓപ്പൺഡ് ആകാം. അങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു കണ്ടക്ടറിനെയാണ് ഇൻഡക്ടർ എന്ന് പറയും. ഇതിനെ കോയിൽ എന്നും വിളിക്കാം. കോയിലുകൾ അഥവാ ഇൻഡക്ടറുകൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. ചാർജ് ചെയ്യാനുള്ള ഇൻഡക്ടറിന്റെ അഥവാ കോയിലിന്റെ ഈ പ്രോപ്പർട്ടിയെ ഇൻഡക്റ്റൻസ് എന്നാണ് പറയുക. ഇത് കണ്ടുപിടിച്ചത്, ഇതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയ രണ്ടുപേരാണ്, അമേരിക്കൻ ശാസ്ത്രജ്ഞരായ ജോസഫ് ഹെൻറിയും മൈക്കിൾ ഫാരഡേ. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറിയാണ്. ഉപയോഗിക്കുന്ന ചാലകത്തെയും ഉപയോഗിക്കുന്ന കോറിന്റെയും ചുറ്റുകളുടെ എണ്ണത്തെയും ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. അഥവാ ഈ മൂന്ന് പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് ഇൻഡക്റ്റൻസ് വേരി ചെയ്യും. ഇൻഡക്ടറിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇംപിഡൻസ്. ഇംപിഡൻസ് എന്ന പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ രണ്ട് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് വൈദ്യുതകാന്തിക പ്രേരിത നിയമവും മറ്റൊന്ന് തമ്പ് റൂളും. ഫസ്റ്റ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുതകാന്തിക പ്രേരിത നിയമം എന്താണെന്ന് പറയാം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലിരിക്കുന്ന ചാലകം ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിനനുസരിച്ച് ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇത് തിരിച്ചും സംഭവിക്കാം. ഒരു കണ്ടക്ടറിലേക്ക് നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ട്, കറണ്ടിന് ഇക്വലന്റ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് രൂപീകരിക്കപ്പെടും. ഇനി തമ്പ് റൂൾ പറയാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വലത് കൈയിൽ പിടിക്കുകയാണെങ്കിൽ അതിൽ തമ്പ് സൂചിപ്പിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷനെയും ബാക്കി വിരലുകൾ സൂചിപ്പിക്കുന്നത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനിന്റെ ഡയറക്ഷനെയും ആയിരിക്കും. ഇനി നമുക്ക് ഇംപിഡൻസ് എന്ന പോയിന്റ് എന്താണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു, ഒരു ഇൻഡക്ടറിലേക്ക് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ കറണ്ടിനനുസരിച്ച് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമെന്ന്. നമ്മൾ ഈ കൊടുക്കുന്ന കറണ്ട് ഒരു AC സിഗ്നൽ ആണെങ്കിൽ, AC സിഗ്നൽ എങ്ങനെയാണ് നമുക്കറിയാം, വേരിയിങ് സിഗ്നലാണ്. അതിൻ്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വേരിയിങ് സിഗ്നൽ കൊടുക്കുന്ന ഒരു ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സും വേരിയിങ് ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അതേ കണ്ടക്ടറിനെ തന്നെ കട്ട് ചെയ്യുകയും തൽഫലമായി അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ EMF മുഖേന ഉണ്ടാകുന്ന കറണ്ട് ബാക്ക് EMF എന്നറിയപ്പെടും. ഇത് നമ്മൾ ഇൻപുട്ട് കൊടുത്ത സിഗ്നലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ബാക്ക് EMF ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് നമ്മൾ കൊടുത്ത സിഗ്നലിനെ ഒപ്പോസ് ചെയ്യാൻ അത് പ്രാപ്തമാണ്. ഇതുകൊണ്ടാണ് ചേഞ്ചിങ് കറണ്ടിനെ ഇൻഡക്ടറുകൾ ഒപ്പോസ് ചെയ്യുന്നത് അഥവാ ഹൈ ഇംപിഡൻസ് നൽകുന്നത്. DC സിഗ്നലുകൾ മൂലം ഉണ്ടാകുന്ന കറണ്ട് വേരിയിങ് അല്ല, അതായത് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും വേരിയിങ് അല്ല. അതുകൊണ്ട് തന്നെ DC സിഗ്നലുകൾക്ക് ഇൻഡക്ടറുകൾ ലോ ഇംപിഡൻസ് പ്രൊവൈഡ് ചെയ്യും. ഇൻഡക്ടറുകളുടെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ രണ്ട് തരമുണ്ട്, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ മുന്നേ കണ്ടതാണ്. ബാക്ക് EMF ജനറേറ്റ് ചെയ്യുന്നത് അതിലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് മൂലമാണ്. ഇതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. അടുത്തടുത്തിരിക്കുന്ന ഇൻസുലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കോയിലുകളിൽ ഒന്നിൽ പ്രേരിതമാകുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം തൊട്ടടുത്തിരിക്കുന്ന കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമറുകൾ വർക്ക് ചെയ്യിക്കുന്നത്. ഇൻഡക്ടറുകൾ റെക്ടിഫയർ സർക്യൂട്ടുകൾ ഫിൽട്ടറായിട്ടും ഓസിലേറ്റർ സർക്യൂട്ടുകൾ ട്യൂണിംഗ് നെറ്റ്വർക്കുകളായിട്ടും ആന്റിന കോയിലുകളായിട്ടും ഒക്കെയാണ് ഉപയോഗിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് ലോകത്തെ
മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ദിസ് ഈസ് ശ്രീ സജീവ് സൈനിങ് ഓഫ്.